ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഷഷ്ടിയാണ് 2025 മെയ് മാസം 2-ാം തീയതി വെള്ളിയാഴ്ച, വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടി. ഷഷ്ടി എന്തിനാണ് നമ്മൾ ആചരിക്കുന്നത്? സാക്ഷാൽ വേലായുധ സ്വാമിയെ പ്രാർത്ഥിച്ച് നമ്മുടെ മേൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന മുൻജന്മദോഷങ്ങളും കർമ്മദോഷങ്ങളും കുടുംബദോഷങ്ങളും ഒക്കെ തന്നെ മാറ്റി നമ്മുടെ സ്വസ്ഥവും സമാധാനവുമായ ഒരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും തന്നെ ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നത്. വേലായുധ സ്വാമി ജ്യോതിഷിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലെഴുത്തു പോലും മാറ്റി എഴുതാൻ ശേഷിയുള്ള ഒരു സ്വാമിയാണ് വേലായുധ സ്വാമി. നിങ്ങൾക്ക് ഒരിക്കലും പരിഹരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിച്ചു നോക്കിക്കൊള്ളുക. വേലായുധ സ്വാമിയെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ആ പ്രശ്നം ഭഗവാൻ പരിഹരിച്ചു തരും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകും. കാരണം കഠിനമായ പ്രതിസന്ധികളിൽ പെട്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ആശ്രയമാണ് വേലായുധ സ്വാമി. പ്രത്യേകിച്ച് ചൊവ്വാദശാകാലം, ആ കാലത്തിൽ ഉള്ള ആളുകൾ, അതുപോലെ നമ്മുടെ ഗ്രഹനില പ്രകാരം ചൊവ്വയ്ക്ക് ദോഷമുള്ള ആളുകൾ, ചൊവ്വാഗ്രഹം ദോഷപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ജാതകത്തിൽ ഈ ചൊവ്വാദോഷം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ, ഈ 7-ൽ ചൊവ്വ 8-ൽ ചൊവ്വ എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അവരൊക്കെ തന്നെ വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് അവരുടെ ദോഷം കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ നമുക്ക് ഓർമ്മക്കുറവുണ്ട്, പഠിക്കാൻ ഉള്ള ഒരു മടി വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് പഠിക്കാൻ അങ്ങ് മടിയാണ്. അഥവാ ഒരു വിധമൊക്കെ നന്നായിട്ട് പഠിച്ചാലും പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതും, പക്ഷേ നല്ല മാർക്ക് ലഭിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകൾ പരീക്ഷ എടുക്കുന്ന സമയത്ത് പനി, ചുമ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആ പരീക്ഷയ്ക്ക് വൃത്തിയായിട്ട് പോയി പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള ആളുകൾ, അവരൊക്കെ തന്നെ ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നതും വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും അങ്ങേയറ്റം ഉചിതമാണ്. ഇനി സന്താനങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി അമ്മമാർ ഷഷ്ടിവ്രതം എടുക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് നല്ല ജീവിതം ഉണ്ടാകണം, അവർ നന്നായിട്ട് പഠിക്കണം, സൽസന്താനങ്ങളായി ആ കുഞ്ഞുങ്ങൾ വളരണം. ഇതൊക്കെ നമ്മുടെ ഓരോ വിശ്വാസങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് അമ്മമാർ വേലായുധ സ്വാമിയോട് പ്രാർത്ഥിക്കാറുണ്ട്, ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ അസുരഗണത്തിൽപ്പെട്ട ആളുകൾ നിർബന്ധമായിട്ടും വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കണം. അതവരുടെ ജീവിതത്തിൽ വളരെയേറെ നല്ല ഫലങ്ങൾ കൊണ്ടുവന്ന് തരും. ഇനി ഷഷ്ടിവ്രതം എങ്ങനെ എടുക്കാം? ഷഷ്ടിയുടെ തലേ ദിവസം ശുദ്ധാഹാരത്തിലിരിക്കുക, ഒരിക്കൽ ഉണ്ണുക. അതായത് ഒരു നേരം അരിഭക്ഷണം, ബാക്കി 2 നേരം പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഗോതമ്പോ ഒക്കെ കഴിച്ചിട്ട് ഇരിക്കാം. ഷഷ്ടി ദിവസം, അതായത് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപവസിക്കാം, അതല്ലെങ്കിൽ ജലം മാത്രം കുടിച്ചിരിക്കാം, അതല്ലെങ്കിൽ പാലും പഴങ്ങളും കഴിക്കാം, അതല്ലെങ്കിൽ ഒരു നേരം മാത്രം അരിഭക്ഷണം. അത് ഒന്നുകിൽ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നതോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണക്കലരിയോ പച്ചരിയോ എന്തെങ്കിലും വെച്ചിട്ട് അത് കഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ സാധാരണയായിട്ട് നമ്മൾ ഉള്ളി, വെളുത്തുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്രത ദിവസങ്ങളിൽ ഉപയോഗിക്കാറില്ല.
നിങ്ങൾക്ക് ചമ്മന്തി അരയ്ക്കാം. പക്ഷേ ഷഷ്ഠിക്ക് സാധാരണ വാളംപുളിയും ചേർക്കാറില്ല. അതായത് ചമ്മന്തിക്ക് നമ്മൾ അരയ്ക്കുന്ന പുളി, അതിനു പകരം നാരങ്ങാ നീര് ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉപ്പും മുളകും അത് കൂട്ടി നിങ്ങൾക്ക് കഴിക്കാം. ഇങ്ങനെയൊക്കെയാണ് സാധാരണയായിട്ട് ഷഷ്ഠിവ്രതം എടുക്കുന്നത്. ആ ഒരു നേരം അരിഭക്ഷണം കഴിക്കുക എന്നുള്ളത് ചിലർ ഉച്ചയ്ക്ക് കഴിക്കും, ചിലർ സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം കഴിക്കും, ചിലർ ബാക്കി 2 നേരം പഴങ്ങൾ കഴിക്കും, ചിലർ അതും കഴിക്കില്ല. ഈ ഒരു നേരത്തെ അരിഭക്ഷണം മാത്രം. നമ്മുടെ ആരോഗ്യസ്ഥിതി, നമ്മുടെ സാഹചര്യം അതനുസരിച്ചിട്ട് എങ്ങനെ വ്രതം എടുക്കണം എന്ന് നിങ്ങൾ നിശ്ചയിക്കുക. പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. നിരന്തരം നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. വേലായുധ സ്വാമി ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ നാമം ജപിക്കുക. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ഒന്നുകിൽ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് വിളക്ക് തെളിയിച്ച് നാമം ജപിച്ച് വീട്ടിൽ വിളക്കിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന കിണ്ടിയിലെ ആ ജലം തീർത്ഥമായി സ്വീകരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. ഇനി പീരീഡ്സ് ആയിരിക്കുന്നവർ, അതല്ലെങ്കിൽ പുല, ബാലായ്മ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അവർക്ക് ക്ഷേത്രത്തിൽ പോകാനോ വിളക്ക് തെളിയിക്കാനോ നമ്മുടെ വിശ്വാസപ്രകാരം അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തു ചെയ്യാൻ സാധിക്കും? അവർക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ വിളക്ക് തെളിയിക്കേണ്ട, ക്ഷേത്രത്തിൽ പോകണ്ട. അവർ രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, തലേ ദിവസം ഇതേപോലെ തന്നെ ആഹാരത്തിൽ ചിട്ട വരുത്തുക, പിറ്റേ ദിവസവും കുളിക്കുക. എങ്ങനെയാണോ നമ്മൾ വ്രതം എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതേ രീതിയിലുള്ള ആഹാരക്രമം പിന്തുടരുക. ഈ 2 ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ മുറിയിലിരുന്ന് നാമം ജപിക്കാം. ഓം മുരുകായ നമ എന്ന് ജപിക്കാം, ഓം വേലായുധ സ്വാമിയെ നമ എന്ന് ജപിക്കാം, അതല്ലെങ്കിൽ ഓം ശരവണ ഭവായ നമ എന്ന് ജപിക്കാം. നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതനുസരിച്ചിട്ട് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാം. അതിൽ യാതൊരു തടസ്സവുമില്ല. എങ്ങനെ വ്രതം അവസാനിപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പീരീഡ്സ് ആയിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് പുലയും ബാലായ്മയും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ പിറ്റേ ദിവസം, വ്രതത്തിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, നിങ്ങളുടെ മുറിയിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഏർപ്പെടുക. അതിനുശേഷം നിങ്ങൾ അടുക്കളയിൽ പോയിട്ട് നിങ്ങൾ തന്നെത്താനെ കുറച്ച് വെള്ളം തിളപ്പിച്ച്, അതല്ലെങ്കിൽ ശുദ്ധമായ വെള്ളം എടുത്ത് കുടിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും തന്നെ വ്രതനിഷ്ഠയിലിരിക്കാം, അതിൽ യാതൊരു തെറ്റുമില്ല. നമ്മൾ എന്തിനാണ് ഈ ഏകാദശിയും അല്ലെങ്കിൽ പ്രദോഷവും ഷഷ്ഠിയും ഒക്കെ എടുക്കുന്നത്? ഇത് നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും മനസ്സിൻ്റെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വ്രതങ്ങളൊക്കെ എടുക്കുന്നത്. അവിടെ ത്യജിക്കുകയാണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് വളരെ ലഘുവായ ഭക്ഷണം നമ്മൾ കഴിക്കുകയാണ്. കാരണം നാളെ അങ്ങനൊരു സാഹചര്യം നമുക്കുണ്ടായാലും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. അതുകൂടാതെ മറ്റൊരു കാര്യവുമുണ്ട്, നമ്മുടെ ആരോഗ്യപരമായ ഒരു കാര്യം. ഇടയ്ക്കിടയ്ക്ക് ഉപവസിക്കുന്നത് വളരെ നല്ലതാണ്. അത് നമ്മുടെ ശരീരത്തെ തന്നെ ഗുണപ്പെടുത്തും. കാരണം അതല്ലാത്ത ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ നന്നായി ആഹാരം കഴിക്കുന്ന ആളുകളാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഒരു ഫാസ്റ്റിംഗ് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നത് അത് ഗുണം മാത്രമേ നമ്മുടെ ശരീരത്തിന് ചെയ്യുകയുള്ളൂ. നമ്മുടെ വിശ്വാസപ്രകാരം നമ്മുടെ വ്രതങ്ങൾക്ക് ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വ്രതം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ വളരെ ലഘുവായ ആഹാരങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ. ഇപ്പോൾ ഏകാദശി എടുക്കുന്നു, അപ്പോൾ അതിൻ്റെ തലേ ദിവസം നമ്മൾ വളരെ ലഘുവായിട്ടിരിക്കും. പിറ്റേ ദിവസവും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളാണെങ്കിൽ വളരെ ലഘുവായ ആഹാരങ്ങളാണ്. അതിൻ്റെ പിറ്റേ ദിവസം, 3-ാമത്തെ ദിവസം നമ്മൾ പാരണ വീടും. പാരണ വീടി കഴിഞ്ഞിട്ടും നമ്മൾ നോൺ വെജ് ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല. വളരെ ശുദ്ധമായ ലഘുവായ ഭക്ഷണക്രമത്തിലാണ് നമ്മൾ ആ ദിവസവും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ 3 ദിവസം നമ്മുടെ ശരീരത്തിന് ഒരു സ്വസ്ഥത നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു മാസത്തിൽ ഒരു 6 ദിവസം അല്ലെങ്കിൽ 9 ദിവസം, 30 ദിവസം ഉണ്ടെങ്കിൽ ഒരു 9 ദിവസം നമ്മൾ ഇങ്ങനെ മാറ്റിവെക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് വല്ലാത്ത ഒരു പ്രയോജനം നൽകും. നമ്മുടെ പല ജീവിതശൈലി രോഗങ്ങൾക്കും അത് മാറ്റം വരുത്തും. ഇതിനു വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്
പഴയ കാലങ്ങളിൽ മഹർഷിമാർ വ്രതമെടുക്കണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. അതല്ലാതെ നമ്മൾ പട്ടിണി കിടന്നതുകൊണ്ട് ഭഗവാന് ഒന്നും സാധിക്കാനില്ല. നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഭഗവാനെ അന്നം മുട്ടിക്കല്ലേന്ന്. അപ്പോൾ അന്നം മുട്ടി നിങ്ങൾ എന്നോട് പട്ടിണി കിടന്ന് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ ദൈവങ്ങൾ ആരും തന്നെ നമ്മളോട് പറയുന്നില്ല. വളരെ ലഘുവായി ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ത്യാഗമനോഭാവം നമുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നും നമ്മൾ നിശ്ചയിക്കുക. ഈ വ്രതം കഴിഞ്ഞിട്ടും നിങ്ങൾ പിറ്റേ ദിവസം ഒരു കാരണവശാലും നോൺ വെജ് ഉപയോഗിക്കരുത്. ഈ 3 ദിവസവും നോൺ വെജ് ഉപയോഗിക്കാതിരിക്കണം. അതാണ് ഏറ്റവും നല്ലത്. വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വേണം കഴിക്കാനായിട്ട്. നമ്മൾ ഈ തീർത്ഥം സേവിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിച്ച് കഴിഞ്ഞാലും നമ്മൾ നോൺ വെജ് അല്ലാത്ത വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ വളരെ വളരെ സ്വാത്വികമായി നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും എന്നുകൂടി നിങ്ങൾ ഓർക്കുക. കുട്ടികളെ കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലുള്ള വ്രതങ്ങളൊക്കെ എടുത്ത് ശീലിപ്പിക്കണം. കാരണം അവരുടെ ശരീരത്തിനും അത് വളരെ നല്ലതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക. ഷഷ്ഠി ദിവസം നിങ്ങൾ പ്രാർത്ഥനയിലെങ്കിലും മുഴുകുക. ഇനി വ്രതം എടുക്കാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകുക. ഭഗവാൻ വേലായുധ സ്വാമിയെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പൊക്കെ പല കഥകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്കന്ദപുരാണം പറയുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാർത്തിക മങ്കമാരാണ്, അവരാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ അമ്മമാർക്ക് ഒരു അനുഗ്രഹം വേലായുധ സ്വാമി കൊടുത്തിട്ടുണ്ട്. എല്ലാ മാസവും കാർത്തിക നക്ഷത്ര ദിവസം ആരാണോ എന്നെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഞാൻ അങ്ങേയറ്റം ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നും പെട്ടെന്ന് തന്നെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലം അവർക്ക് കൊടുക്കുമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാർത്തിക നക്ഷത്രത്തിനോട് വല്ലാത്തൊരു സ്നേഹം ഭഗവാനുണ്ട്. കാരണം അമ്മമാരാണ്. അതുകൊണ്ട് തന്നെ ആ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ നിർബന്ധമായും വേലായുധ സ്വാമിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറ്റമുണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പല വീഡിയോകളും ഞാൻ ഈ നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. വൈശാഖ മാസമാണ്. നോൺ വെജൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇരിക്കാൻ സാധിക്കുന്നവരൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇരിക്കുക. അതുപോലെ ഭാഗവതം കഥാരൂപത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങി. അതായത് വൈശാഖം 1 മുതൽ നമ്മൾ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസമായി. അപ്പോൾ ആ കഥകളൊക്കെ നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.